വിഷുക്കണിയില്ലാതെ എന്ത് വിഷുവല്ലേ. അപ്പോൾ ഇതാ രാവിലെ തന്നെ എഴുന്നേറ്റ് കണിയൊക്കെ റെഡിയാക്കി വിളക്കൊക്കെ കത്തിച്ച് കുളിച്ച് നേരെ അമ്പലത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാട്ടോ. അതിനിടയിൽ വിഷുക്കൈനീട്ടം കൊടുക്കണം. വിഷുക്കൈനീട്ടം കിട്ടാനുള്ളിടത്തൊക്കെ ചെന്ന് അത് വാങ്ങിക്കണം. പിന്നെ പുത്തൻ ഉടുപ്പിട്ട് അമ്പലത്തിൽ പോയി ചെറിയൊരു ഷോ നടത്തണം. അപ്പോൾ ഇതിനൊക്കെ ആയിട്ട് നമ്മൾ നേരെ രാവിലെ പോകാൻ പോകാം കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യത്തെ എൻ്റെ വിഷുക്കണി ഇതായിരുന്നു കേട്ടോ. വിഷുക്കണി ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇത് അമ്മാൾക്കുണ്ട് ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം അമ്പലത്തിൽ പോകാൻ ഒരുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മാൾക്കുണ്ട് എന്താ കാണിക്കുന്നേ പിടിച്ച് 2-3 ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ആദ്യം നമ്മൾ പോകുന്നത് വലികലൂരിലേക്കാട്ടോ. അത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കേട്ടോ. അപ്പോൾ നമ്മൾ ചെന്നപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ലായിരുന്നു. അത്രയ്ക്ക് ആളുണ്ടായിരുന്നു. ഒരുപാട് രാധികമാരും ഗോപികമാരൊക്കെ നമ്മുടെ കണ്ണനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കണ്ണനെ കാണാൻ വന്ന കണ്ണൻ്റെ ഗോപികമാരെ കാണാൻ വേണ്ടി ഒരുപാട് കുഞ്ഞി കണ്ണന്മാരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ നേരെ പോയത് മുല്ലയ്ക്കലേക്ക് കേട്ടോ. നമ്മൾ മുല്ലയ്ക്കൽ അമ്പലത്തിൽ തൊഴിലിറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ ആനേനെ കാണാൻ ചെന്നപ്പോഴത്തേക്കും അവിടെ ആനേനെ കുളിപ്പിക്കുകയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വിദേശികളായിരുന്നു കേട്ടോ ആനേനെ കുളിപ്പിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ആനപ്പാപ്പാനുണ്ടായിരുന്നു കൂടെ നിന്ന് കുളിപ്പിക്കാനായിട്ട് കുറേ വിദേശികളും ഉണ്ടായിരുന്നു കേട്ടോ. അവർ വളരെ കൗതുകത്തോടെ ഭയങ്കര ഇഷ്ടത്തോടെ അത് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ആനയുടെ പരാക്രമമൊക്കെ അറിയാവുന്നതുകൊണ്ട് നമ്മൾ മലയാളികൾ ആനയുടെ അടുത്തോട്ട് അധികം പോകാറില്ലല്ലേ. എന്നാൽ ഇവർക്ക് അതൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കരമായിട്ട് ആവേശത്തോടെ ആനേനെ തൊട്ടും പിടിച്ചും തേച്ചും കഴുകിയൊക്കെ കുളിപ്പിച്ചെടുക്കുമായിരുന്നു കേട്ടോ. ആനയെ കുളിപ്പിച്ചത് പോരാഞ്ഞിട്ട് അവർ ആനയെ കുളിപ്പിച്ചതിൻ്റെ ആ ഓരോ ദൃശ്യങ്ങളും വളരെ ആവേശത്തോടുകൂടി തന്നെ അവരുടെ എല്ലാവരുടെയും മൊബൈലിൽ വാശിയോടെ പകർത്തുന്നുണ്ടായിരുന്നു. വളരെ കൗതുകത്തോടു കൂടി കേട്ടോ ഞങ്ങളത് നോക്കി നിന്നത്. അതിനുശേഷം നമ്മൾ അവരെവിടെ നിന്ന് വന്നവരാൻ തിരക്കി കേട്ടോ. ചെക്കോസ്ലോവാക്യയിൽ നിന്ന് വന്ന 7 പേരാട്ടോ അവർ ഗ്രൂപ്പായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ ഗൈഡ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർക്ക് ഈ നാടൻ കലാരൂപങ്ങളും അതുപോലെ നമ്മുടെ ഫെസ്റ്റിവലും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുട്ടനാട്ടിൽ പോകണം, അതുപോലെ എന്താ പറയുക അവർക്ക് വള്ളംകളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതൊക്കെ ഒന്ന് കാണണം. പിന്നെ എന്താ ഹൗസ് ബോട്ടിങ്, കായൽ പരപ്പുകൾ അതൊക്കെയായിരുന്നു കേട്ടോ അവരുടെ ഇഷ്ടം. നമ്മുടെ ആനക്കുട്ടൻ എന്താ കുളിച്ച് റെഡിയായിട്ട് ആദ്യം തന്നെ നമ്മുടെ മുല്ലയ്ക്കലമ്മേനെ തൊഴാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ. മുല്ലയ്ക്കലമ്മേനെ തൊഴുത് അവിടുന്ന് പ്രസാദം വാങ്ങിച്ച് അതിൻ്റെ ഒരു പൊട്ടും തൊട്ടാണ് അവൻ തിരിച്ച് പോരുന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ മലയാളികൾ കുറച്ച് പേരോടെ ഫോട്ടോ എടുക്കാനായിട്ട് നിൽപ്പുണ്ടായിരുന്നു. എന്നാലും അവർ വളരെ അടുത്തോട്ടൊന്നും പോയില്ല കേട്ടോ. കൃത്യമായൊരു അകലം പാലിച്ച് തന്നെയാണ് ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് നിന്നത്. അവനെ തൊഴുതു നിന്ന് കാണണമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വളരെ അനുസരണയോടെ എന്താ പറയുക അമ്മയുടെ മുന്നിൽ ഒരു കുഞ്ഞ് വന്നിക്കത്തില്ല ആ ഒരു ഇതോടെ ഭയങ്കര കൗതുകം തോന്നി കേട്ടോ. ആ ഒരു കാഴ്ച കണ്ടപ്പോഴത്തേക്കും അത്ര ഇതായിട്ടോ ആന വന്ന് അവിടെ നിന്നിങ്ങനെ അനങ്ങാതെ അവൻ ആ ദേവിയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ. ഡെയിലി ഉള്ള പതിവാണെന്നാണ് അവർ പറഞ്ഞത് ഇത്. അതിനുശേഷം എന്താ അവൻ തിരിച്ച് പോവുക കേട്ടോ. അമ്മയെ തൊഴുതു, അമ്മയുടെ പ്രസാദം കിട്ടി, അതൊക്കെ നെറ്റിയിൽ ചാർത്തി അവൻ്റെ പാപ്പാൻ്റെ കൂടെ അവൻ നേരെ നല്ല അനുസരണമുള്ള കുട്ടിയെപ്പോലെ നടന്ന് പോവാട്ടോ. അപ്പോൾ ഇനി ചെല്ലുന്നത് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ്. കുളിയായി കഴിഞ്ഞാണ് ആശാൻ്റെ ഫുഡ് കഴിപ്പ്. അപ്പോൾ അതാ ഇന്നത്തേക്ക് ആശാന് ഫുഡ് കൊണ്ടുവന്നേക്കുന്ന ഈ പറഞ്ഞ വിദേശികളാട്ടോ. അവരൊരു കൊല്ലം പഴവുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്രയും നേരം വെയിറ്റ് ചെയ്തത്. അതും കൊടുത്തിട്ട് വേണം അവർക്കിനി തിരിച്ച് യാത്ര ചെയ്യാൻ. ഇനി അവർ നേരെ പോകുന്ന കുട്ടനാട്ടിലേക്കാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരിതാ ആനയ്ക്കുള്ള ഫുഡ് എടുക്കുമായിരുന്നു കേട്ടോ. ഈ സമയത്ത് അവർ അവരുടേതായ ലാംഗ്വേജിൽ ഇംഗ്ലീഷ് അല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവർ പറഞ്ഞു. നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എന്താ ഇംഗ്ലീഷിന് തന്നെ വേറെന്തോ ഞാൻ കുറേ നോക്കി എന്താ ഇവർ പറയണമെന്ന്. പക്ഷേ നമുക്കത് മനസ്സിലാവില്ല അവരെ പറഞ്ഞ ഒരു ലാംഗ്വേജ്. ഞാൻ അന്നേരം ഓർത്ത് ഇവർ പാപ്പാനോട് ഇത് എന്ത് ഭാഷ സംസാരിക്കണം, ഇവർ ആനേനോട് എന്തൊക്കെയാണ് പറയണേ. അതൊക്കെ ഞാനിങ്ങനെ ശ്രദ്ധയോടെ നോക്കിയിരുന്നില്ല. പാവം പാപ്പാനൊന്നും മനസ്സിലാകാതെ ഇങ്ങനെ എന്താ പറയുക എല്ലാം കേട്ട് തലവലിക്ക് നിൽക്കുകയായിരുന്നു. അതിനുശേഷം അവർ കൊണ്ടുവന്ന ഒരു കൊല ഏത്തപ്പഴാട്ടോ അത്. ഇതിനകത്ത് 2-3 മദാമ്മമാർ ജസ്റ്റ് ആനയെ തൊടാൻ പോലും പോയില്ല കേട്ടോ. അവർക്ക് എന്തോ പേടിയുള്ള പോലെ ഇങ്ങനെ മാറി നിൽക്കുകയായിരുന്നു. ഏറ്റവും കൂടുതൽ ആനയുമായിട്ട് അടുത്ത് ഇടപഴകിയത് ഈ കാണുന്ന മദാമ്മ കേട്ടോ. ഈ പുള്ളിക്കാരി കുളിപ്പിക്കാനാണെങ്കിലും ഫുഡ് കൊടുക്കാനാണെങ്കിലും ആനയെ തേച്ചെടുക്കാനാണെങ്കിലും എല്ലാത്തിനും മുൻപന്തിയിലായിരുന്നു. അവർക്കെന്ത് ഭയങ്കര ക്രേസായിരുന്നു കേട്ടോ അതിനോട്. അങ്ങനെ അവർ ആനയ്ക്കുള്ള പഴമൊക്കെ ചെത്തി അതൊക്കെ വായിൽ വെച്ച് കൊടുത്തു. അതിനുശേഷം ഭയങ്കര തുള്ളിച്ചാട്ടവും ഫോട്ടോ എടുപ്പും അവർക്കെന്ത് ലോകം കീഴടക്കിയ ഒരു സന്തോഷമില്ല. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിന് വന്നൊരു സംതൃപ്തിയില്ല. അത് അവരുടെ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാമായിരുന്നു കേട്ടോ. പിന്നീട് അവർ കൂട്ടത്തിലുള്ളവരൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ ചെല്ലുന്നുണ്ടായിരുന്നു. ഒരാളാം വിധം മാറി ആനയ്ക്ക് ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു മണ്ണുള്ള മദാമയിൽ കണ്ട ആ ഒരു സന്തോഷവും ആ ഒരു എക്സൈറ്റ്മെൻറ്റും വേറെ ആരുടെയും മുഖത്ത് കാണാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ആവേശത്തോടു കൂടിയായിരുന്നു അവർ ഓരോന്നും ചെയ്യുന്നത്. അത് അവരുടെ ഹസ്ബൻഡും കൂടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഓരോന്നും വീഡിയോയിൽ പകർത്തുന്നുണ്ടായിരുന്നു. അതുപോലെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു.
അപ്പം ഈ മദാമ്മയുടെ ഇത്രയും അടുത്തുള്ള ആനയോടുള്ള ഇടപെടലുകൾ കണ്ട് ഗൈഡിനോട് ചില ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ആനയുടെ തുമ്പിക്കൈയുടെ അവിടെ നിന്ന് മാറി നിൽക്കാൻ പറ, കൊമ്പിൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കാൻ പറ, അതത്ര ശരിയായ നിപ്പല്ല, അറിയാമല്ലോ എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും അവർ കൊമ്പിൽ തന്നെ ഇങ്ങനെ പിടിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവർ നിപ്പ് കണ്ടിട്ട് ഞങ്ങൾക്ക് പേടിയാണ് തോന്നിയത്. ഭയങ്കര എന്താ പറയുക, ഭയങ്കര കൗതുകത്തോടെ അവരെ ചെയ്യുമായിരുന്നു കേട്ടോ. ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമായിരുന്നുകൊണ്ടാന്ന് തോന്നുന്നു. ഇതിനകത്ത് 2-3 പേരൊന്നും തൊടാൻ പോലും പോയില്ല കേട്ടോ. അവർക്ക് എന്തോ ഭയം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അടുത്തോട്ട് ചെന്നില്ല. ഞങ്ങളുടെ കുഞ്ഞുനാളിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു കൗതുകമാണ് കേട്ടോ ശരിക്കും എനിക്ക് അവരുടെ മുഖത്ത് കാണാൻ പറ്റുന്നത്. അതായത് ഈ ഉത്സവപ്പറമ്പിൽ ഉത്സവ സീസണൊക്കെ വരുമ്പോഴത്തേക്കും മാത്രമാണ് ആ സമയത്ത് ഞങ്ങൾ ആനയെ കണ്ടുകൊണ്ടിരുന്നത്. ആ സമയത്തൊന്നും ആനേനൊന്നും അങ്ങനെ കാണാൻ പോലും പറ്റില്ല. വല്ലപ്പോഴും മാത്രം കാണുന്നൊരു ജീവിയായിരുന്നു ഈ ആനയെന്ന് പറഞ്ഞത്. റോഡിലൂടെ ആനേനെ കൊണ്ടുവരുമ്പോഴത്തേക്കും ഈ ചങ്ങലയുടെ സൗണ്ട് കേൾക്കാം. അത് കേൾക്കുമ്പോഴേ ഞങ്ങളൊക്കെ ഓടിച്ചെന്ന് നിൽക്കുമായിരുന്നു, ആന എവിടുന്നാണ് വരണേന്ന് നോക്കി. അതൊക്കെ ഒരു കാലമായിരുന്നു കേട്ടോ. പക്ഷേ ഇന്നിപ്പം എപ്പോഴും എന്താ പറയുക, ആനയെന്ന് പറഞ്ഞ സാധനത്തോട് പേടിയാണ്. ഇഷ്ടമാണ്, എന്നാൽ പോലും മനസ്സിലൊരു ചെറിയ പേടിയാണ്. കാരണം ഒത്തിരി പേര് ചവിട്ടിക്കൊന്നതിൻ്റെയും കുത്തിക്കൊന്നതിൻ്റെയൊക്കെ ഇത് കണ്ട് ഒരു വല്ലാത്ത പേടി കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു.